ഖദറിന്റെ രാത്രി എന്ന പേര് വന്നത് എന്തുകൊണ്ട്? അറബി ഭാഷയിൽ ആ പദത്തിന് വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ അളമത്ത്, ആ രാത്രിയുടെ മഹത്വമാണ് പറയുന്നത്, ആ രാത്രിയുടെ പവറാണ് പറയുന്നത്, അന്നത്തെ അമൂല്യമായ പ്രത്യേകമായ ആ സമയത്തിന്റെ മേന്മയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റേതായ വിധികൾ എന്തൊക്കെയാണ്? ഓരോ മനുഷ്യനും ഒരു വർഷത്തേക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം കൃത്യമായി തീരുമാനിക്കപ്പെട്ട കാര്യമാണ് പണ്ടേ. പക്ഷേ അത് റബ്ബിന്റെ മലക്കുകളോട് ആ അറിയിപ്പ് കൊടുക്കുകയാണ്. ആ കൃത്യമായ ദിനമാണ് ലൈലത്തുൽ ഖദറിന്റെ ആ രാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന, അവനിൽ ഇനി വരാൻ പോകുന്ന ഖൈറുകൾ ഏതൊക്കെയാണ്, അവനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഷർറുകൾ എന്തൊക്കെയാണ്, അവന്റെ ആയുസ്സിന്റെ കാര്യം, ആരൊക്കെ ഇനി അടുത്ത ഖദറിന്റെ രാത്രിക്ക് മുമ്പായി മരണം വരിക്കും, ആർക്കൊക്കെ രോഗം ബാധിക്കും, ആർക്കൊക്കെ റിസ്ഖുകൾ ലഭിക്കും, ആർക്കൊക്കെ അത് തടയപ്പെടും, ആർക്കൊക്കെ ആരോഗ്യമുണ്ടാകും, അതുപോലെ ആരൊക്കെ ഏതെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കും, എത്രത്തോളം ഹാജിമാരെ വരെ എന്ന് തീരുമാനിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ ആ രാവിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വളരെ കൃത്യമായിട്ട് മനുഷ്യനത് ആ രാവ് ഏതാണെന്ന് അറിഞ്ഞവനാകട്ടെ അറിയാത്തവനാകട്ടെ എന്ന് പറഞ്ഞാൽ ഏതാണ് ആ രാത്രി എന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ ആ ദിവസത്തിന്റെ മഹത്വം എനിക്ക് ലഭിക്കണമല്ലോ എന്ന ഏറ്റവും ആത്മാർത്ഥമായ ഉദ്ദേശത്തോടുകൂടി ആ രാത്രിയിലേറെ സജീവമായി കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, ഖദറിന്റെ രാത്രിയെ പറ്റി വളരെ ആകാംക്ഷയുണ്ടാക്കുന്ന ചോദ്യം ആമുഖമായിട്ട് റബ്ബ് ചോദിക്കുന്നുണ്ട്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി എന്താണെന്ന് നിനക്കെന്തറിയാം? നിനക്കതിനെ പറ്റി വല്ലതും അറിയാമോ? എന്നിട്ടാണ് മറുപടി ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണത്. പണ്ഡിതന്മാരവിടെ വ്യാഖ്യാനം നൽകി, ഖദറിന്റെ രാത്രി ഇല്ലാത്ത 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരൊറ്റ രാത്രിയാണത്. ഒരു സെക്കൻഡ് പ്രവർത്തിച്ചാൽ പോലും 24 മണിക്കൂറിന്റെ പ്രവർത്തനത്തിന് സമാനമായി മാറുന്ന, ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്ത് മുഴുവനും ചെയ്താൽ പോലും എത്താത്തത്ര വലിയ രൂപത്തിലുള്ള ഏറ്റവും വലിയ മഹത്വം നിറച്ചു വെച്ച രാത്രിയാണത്. 83 ചില്ലാനം വർഷങ്ങള് ആർക്കാ സഹോദര അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുക? 83 ചില്ലാനം വർഷങ്ങള് നിരന്തരമായ ഇബാദത്തെടുത്തതുപോലെ, സൽക്കർമ്മം ചെയ്തതുപോലെ ആ ഒരൊറ്റ രാത്രിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ എത്ര വലിയ നിഅമത്തിന്റെ രാത്രിയാണത്, എത്ര വലിയ മഹത്വത്തിന്റെ രാത്രിയാണത്. അതുകൊണ്ടല്ലേ ആ ദിവസത്തെ അശ്രദ്ധമാക്കുന്നവനേക്കാൾ ഭാഗ്യം കെട്ടവൻ വേറെ ആരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹ്. അന്നത്തെ രാത്രി ആർക്കെങ്കിലും തടയപ്പെട്ടാൽ, ആ ഖദറിന്റെ മഹത്വം ആർക്കെങ്കിലും തടയപ്പെട്ടാൽ സർവ്വ നന്മയും അവൻ തടയപ്പെട്ടവനാണ്. വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂം. വളരെ ഭാഗ്യം കെട്ടവനല്ലാത്ത, ഒരു ഭാഗ്യവുമില്ലാത്ത, വല്ലാത്തൊരു നിർഭാഗ്യവാനല്ലാതെ അതിൽ നിന്ന് തടയപ്പെടുന്നതല്ല. അതിന്റെ പുണ്യത്തെ അവന് തടയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസം അശ്രദ്ധമാകാതെ ഏറെ ശ്രദ്ധ പുലർത്തണം എന്നാണ് നമ്മൾ ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത്.